11 മണിക്ക് അവിടെ ഒരു അംഗൻവാടിയുടെ ചുറ്റുവട്ടം ഒരു തീയിട്ടപ്പം ആദിവാസികൾ പ്രകോപിതരാക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയപ്പം അവിടെയാണ് അവർ ആദ്യം വെടിവെപ്പ് നടത്തുന്നത്. അവിടെ 3 റൗണ്ട് വെടിവെച്ചത്. ഒരു 5:30-5:45 സമയത്ത് ഈ പറയുന്ന ഈ ക്രൗഡ് ആദിവാസികളെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഷെഡിന് നേരെ അവരിങ്ങനെ ആംഡായി കയറി. അതാണ് പിന്നെ അവിടെ വിഷ്വൽ മീഡിയയിലൊക്കെ കാണുന്നത്. ജനക്കൂട്ടത്തിനെതിരെ പോലീസ് വെടിവെപ്പ് നടത്തിക്കൊണ്ട് അവർ കയറി വീണു. അതിന് തുടർന്ന് മുഴുവൻ തന്നെ ഒരുതരം നരവേട്ടയുടെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അതവിടെ കൊണ്ട് തീരുന്നില്ല. വലിയൊരു കൂട്ടം ഇതിനകത്തേക്ക് അരച്ചു കയറി അറ്റ് എ ടൈം തകരപ്പാടിയും പൊന്നുകുഴിയും. അത് പോലീസ് മാത്രമല്ല, വനം വകുപ്പ്, നാട്ടുകാരെന്നുള്ള വ്യാജനെ മന്ത്രി സുധാകരൻ്റെ ആളുകൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ ഗുണ്ടാപ്പടയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കയറി വന്ന പോലീസിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അതിൻ്റെ ലീഡർഷിപ്പിന് നഷ്ടപ്പെടുകയാണ്. അതൊരു തരം ഗ്യാങ് വാർ പോലെ അവർ പല ഭാഗത്തേക്കുള്ള ഓടുന്നു. ഞാൻ തലേ ദിവസം എടുത്തിരുന്നത് സുനിശ്ചിതമായ തീരുമാനമായിരുന്നു. അച്ചടക്കത്തോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് വരിക്കുക, അതല്ലാത്തടത്ത് നമ്മളോട് വിട്ടുപോകരുത് എന്നുള്ള തീരുമാനം മാത്രം. എം ഗീതാനന്ദനാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. മുത്തങ്ങ സമരത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ വെടിവയ്പ്പിനെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രിയായ AK ആൻ്റണി ഒരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഖേദമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഖേദത്തെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? ആദിവാസികൾക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? ആദിവാസികൾക്ക് നീതി കിട്ടിയിട്ടില്ല. മുത്തങ്ങ സംഭവം നടന്നിട്ടിപ്പോൾ 23-ാം വർഷമാണ്. അതെ. അദ്ദേഹം ഖേദപ്രകടനം നടത്തിയത് ഏതൊരു സാഹചര്യത്തിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ടും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുത്തങ്ങ സംഭവം ജനങ്ങൾ മറന്നുപോകും എന്നായിരിക്കണം അദ്ദേഹം വിചാരിച്ചൊരു 1-2 ദശകം കഴിയുമ്പോൾ. പക്ഷേ നരിവേട്ട പോലുള്ള സിനിമയൊക്കെ വരുന്നതോടുകൂടി പുതിയ തലമുറ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്യും. ഇത്ര ഭയാനകമായൊരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. വീണ്ടും ആ ഒരു കോണ്ടക്സ്റ്റിലും അദ്ദേഹത്തിനെതിരെ തന്നെയാണ് മീഡിയകളിലൊക്കെ നടന്ന ഡിസ്കഷനിൽ അവസാനം ഇതിൻ്റെ ഒരു കുന്തമന തിരിയുന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഒരു കാരണം. മറ്റൊന്ന് വ്യക്തമായി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില സൂചനകൾ ചില പത്രങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കണ്ടു. ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാകാം. പക്ഷേ മുത്തങ്ങ വീണ്ടും ചർച്ചയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പറഞ്ഞതുപോലെ നരിവേട്ട എന്ന സിനിമയും ചർച്ചയിലേക്ക് വരുന്നു. ഇപ്പോൾ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന CK ജാനു തന്നെ അതിനെതിരെ, ആ സിനിമയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. വസ്തുതകളെ ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത് എന്ന മട്ടിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ സിനിമയായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. എങ്കിലും ഒരു ചരിത്ര വസ്തുതയെ സിനിമയാക്കുമ്പോൾ അതിനെ ആ രീതിയിലായിരുന്നോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം അവർ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അത് പുറത്തു വന്ന ദിവസം തന്നെ കണ്ടിരുന്നു. കുറേ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനും സുഹൃത്തുക്കളും ചെല്ലുന്നത്. ഒരു ഫിക്ഷൻ എന്നുള്ള നിലയിൽ സിനിമ അത് വ്യാപാരവൽക്കരിക്കുന്നതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനേതാക്കളൊക്കെ ഭംഗിയാക്കി ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ചരിത്രമായിട്ട് അങ്ങനെ നീതി പുലർത്തുന്നതായി തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുതിയ തലമുറ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥാരൂപത്തിലാണെങ്കിലും കൊണ്ടുവന്നു എന്നുള്ളത് വലിയ കാര്യമായിരിക്കാം. അതുകൊണ്ട് ആളുകൾ, പുതിയ തലമുറ 20 വർഷത്തിന് ശേഷം അത് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രൊമോഷന് വേണ്ടി നടന്ന ചർച്ചകളെല്ലാം തന്നെ വീണ്ടും വീണ്ടും മുത്തങ്ങയുടെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് ടോർച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും യഥാർത്ഥ ചരിത്രവുമായി അതിന് കാര്യമായ ബന്ധമില്ല. അത് അർത്ഥത്തിൽ 100% ഫിക്ഷനാണ്. ഒരു പോലീസുകാരൻ്റെ കണ്ണിലൂടെയും അനുഭവത്തിലൂടെയും മുത്തങ്ങയെ നോക്കിക്കാണുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പരിമിതി. ഒരു ചരിത്ര യാഥാർത്ഥ്യവുമായി അതിന് വലിയ ബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അക്കാര്യത്തിൽ. നമുക്ക് മുത്തങ്ങയുടെ ചരിത്രത്തിലേക്ക് വരാം. താങ്കൾ ആ സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് മുത്തങ്ങ സമരത്തിൻ്റെ ഒരു ആരംഭം? എങ്ങനെയാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ ആരംഭം എങ്ങനെയാണ്? ആദിവാസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടിൽകെട്ട് സമരം 48 ദിവസം കാലം നീണ്ടു നിന്ന വലിയൊരു മുന്നേറ്റമായിരുന്നു സെക്രട്ടേറിയറ്റ് പടിക്കൽ. അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദശകത്തെ ചരിത്രം, അല്ലെങ്കിൽ ആദിവാസി ഭൂസമരത്തിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ചും ജാനുവിൻ്റെയൊക്കെ ഒരു പ്രവേശനം 1992-93 കാലഘട്ടത്തിലാണ്. ജാനു വളരെ നന്നായി ചെറുപ്പം മുതൽ തന്നെ ഈ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനത്തിൽ ചില NGO, സോൾഡാറ്റി പോലുള്ള NGOയുടെ സഹായത്തോടു കൂടി രംഗത്ത് വരികയും അത് പതുക്കെ ജാനുവിൻ്റെ ഇടപെടൽ ഇതുപോലെ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായി മാറുകയും പതുക്കെ ജാനു സോൾഡാറ്റി പോലുള്ള NGO നെറ്റ്വർക്കിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട്
ആദിവാസി വികസന പ്രവർത്തക സമിതി എന്ന പേരിലൊരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ്റെ ബാനറിലാണ് അവരെ പ്രവർത്തനം നടത്തുന്നത്. 93, 94, 95 കാലഘട്ടത്തിൽ ഭൂരഹിതരായ ആദിവാസികളെ വേണ്ടിയുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള ഭൂമി പിടിച്ചെടുക്കൽ സമരമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അമ്പുകുത്തി, കോളിക്കൻപാളി, അതുപോലെ ചീങ്ങേരി ഫാം വിട്ട് കിട്ടാനുള്ള സമരം തുടങ്ങി. പിന്നീട് പനവല്ലി തുടങ്ങിയ സമരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. നൂറുകണക്കിന് ആദിവാസികൾ അതിൽ അണിനിരന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഈ 92, 93, 94, 95 കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ആദിവാസികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഏക ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അവർക്ക് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണം 1975 കേരള നിയമസഭ പാസ്സാക്കിയിരുന്നു. അത് ദേശീയ തലത്തിലെ ചില കമ്മീഷൻ റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വന്നതാണ്. എന്തായാലും പൊതുവിൽ കേരളത്തിൽ ഒരു ജനാധിപത്യ മതേതര സർക്കാരുകളാണ് ഭരിച്ചിട്ടുള്ളതെങ്കിലും, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വമെങ്കിലും, ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഭൂമി സ്വയംഭരണം, വിഭവാധികാരം തുടങ്ങിയവ സ്പെസിഫിക്കായി ഒരിക്കലും അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ നിയമനിർമ്മാണം ഈ അച്യുതമേനോൻ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ ഏകകണ്ഠമായി നിയമസഭ പാസ്സാക്കുന്നതാണ്. അത് ആദിവാസികൾക്ക് 1950-60 കാലഘട്ടത്തിന് ശേഷം നഷ്ടപ്പെട്ട ഭൂമി, കുടിയേറ്റക്കാർ പുതിയ മൈഗ്രേഷനിലൂടെ കൈവശം വെച്ച ഭൂമി തിരിച്ചെടുത്തു കൊടുക്കാനും അത് ക്രമീകരിക്കാനുമുള്ള ഒരു നിയമമായിരുന്നു 75 നിയമം. അപ്പോൾ ആ നിയമം 75 പാസ്സാക്കപ്പെട്ടെങ്കിലും ഈ പറയുന്ന 90 വരെയും അതിനകത്തൊരു നടപടിയും എടുത്തിരുന്നില്ല. ഇവൻ ചട്ടങ്ങൾ പോലും ഉണ്ടാകുന്ന 1986 മാത്രമാണ്. അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഡോക്ടർ നല്ലതമ്പി തേറ എന്ന് പറയുന്ന ഒരു പൗരാവകാശ പ്രവർത്തകൻ, അദ്ദേഹം പബ്ലിക് ലിറ്റിഗേഷനൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജി ചർച്ചയ്ക്ക് വരികയും ആ പൊതുതാൽപര്യ ഹർജി മുഖവിലെടുത്തുകൊണ്ട് ഈ ആക്ട് നടപ്പാക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ 75 നിയമം നടപ്പാക്കാനുള്ള വലിയൊരു സമ്മർദ്ദം കേരള സർക്കാരിൻ്റെ മുന്നിൽ വന്നു. പക്ഷേ ഈ ഭൂമി, നഷ്ടപ്പെട്ട ഭൂമി, അത് 5 ഏക്കർ മുതൽ 10 ഏക്കർ വരെ, 1 ഏക്കർ മുതൽ 1 ഏക്കറിന് താഴെയും 1 ഏക്കറിൽ ഉള്ള ഭൂമി ഉണ്ട് എങ്കിലും, അപൂർവം ചിലത് 10 ഏക്കറിന് അടുത്ത് വരെ ഉണ്ടായിരുന്നു എങ്കിലും, ഇത് തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞതോടുകൂടി ഈ ഭൂമി കയ്യേറ്റത്തെ സംരക്ഷിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ അതിൽ സ്ട്രോങ് ആയി എതിർപ്പ് രേഖപ്പെടുത്തുകയും, സ്വാഭാവികവും ഇവർക്ക് 2 മുന്നണിയിലും സ്വാധീനമുള്ളതുകൊണ്ട് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ നിയമം നടപ്പാക്കാത്തതിന് എതിരായി നിലപാട് സ്വീകരിച്ചു. എന്തായാലും അച്യുതമേനോൻ ഗവൺമെൻറ് മാറി അതിന് ശേഷം പിന്നീട് ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം കേരളത്തിൽ ഒരു വലിയൊരു കോൺട്രവേഴ്സി 90കളുടെ തുടക്കം വരെ ഇതായിരുന്നു കോൺട്രവേഴ്സി, അന്യാധീനപ്പെട്ട ഭൂമി നടപ്പാക്കണം എന്നുള്ളതിന്. ആ നിലക്ക് പൗരബോധം ഉണർന്നു, ആദിവാസി സംഘങ്ങൾ ഉണർന്നു, വലിയ ആവശ്യം ഈ നിയമം നടപ്പാക്കണം എന്നുള്ള ശക്തമായി വന്നപ്പോൾ ആൻ്റണി ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പോൾ 1996 ഈ നിയമം ദുർബലപ്പെടുത്താനുള്ള ആദ്യത്തെ ഒരു ഭേദഗതി നിയമം വന്നു. അതായത് ഈ കുടിയേറ്റക്കാർ കൈവശം വെക്കുന്ന ഭൂമി അവർക്ക് സ്ഥിരാവകാശം നൽകാനും, 5 ഏക്കർ വരെ സ്ഥിരാവകാശം നൽകാനും, അതിന് പകരം ഭൂമി ഗവൺമെൻറ് ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു നിയമത്തിൻ്റെ കരട് രൂപം. ആ നിയമം പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് തിരിച്ചയച്ചു. അത് ഭരണഘടന വിരുദ്ധമായിരിക്കുമെന്നുള്ളത് കൊണ്ട് തിരിച്ചയച്ചു. ഗോത്രവർഗ കമ്മീഷൻ അതിന് എതിർപ്പ് രേഖപ്പെടുത്തി തുടങ്ങിയ കാരണങ്ങൾ അത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. പിന്നീട് 99 ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അവർ ഈ നിയമം മറ്റ് രൂപത്തിൽ കൊണ്ടുവന്നൊരു നേരത്തെയുള്ള നിയമം, ഒരു പട്ടികവർഗ നിയമം എന്നുള്ള നിലയിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം വേണം, പ്രസിഡൻ്റ് കൺസെൻറ്റ് വേണം എന്നുള്ളത് ന്യായമായുള്ളൊരു കാര്യം. അതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അനുമതിയും കൂടി വേണം എന്നുള്ളതിനെ മറികടക്കാൻ ഇവരൊരു കാർഷിക നിയമമായി പുനരവതരിപ്പിച്ചു. അതായത് 9ാം പട്ടികയുടെ സംരക്ഷണമുള്ള നിയമമാണ്, അതിനെയും കൂടി മറികടക്കാനുള്ള ഒരു സൂത്രം എന്നുള്ള നിലയിൽ മറ്റ് വകുപ്പുകളൊക്കെ നേരത്തെ ഉള്ളത് തന്നെ 5 ഏക്കർ വരെയുള്ളത് കുടിയേറ്റക്കാരന് അംഗീകരിച്ചു കൊടുക്കുക, പകരം ഭൂമി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. ആകെയുള്ള വ്യത്യസ്തമായിട്ടുള്ളത് ഒട്ടും ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് 10,000 കുടുംബങ്ങൾക്ക്, ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കും എന്നുള്ള ഒന്ന് നിയമസഭയിൽ കൊണ്ടുവരികയും കെയർ ഗൗരിയമ്മ ഉൾപ്പെടെ ഒഴികെയുള്ള ബാക്കി മുഴുവൻ ആളുകളും നിയമം അംഗീകരിച്ചുകൊണ്ട് അത് നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. അതിനെതിരെയുള്ള വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായി, ആദിവാസി സംഘടനകളുടെ മുന്നേറ്റമുണ്ടായി.
തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇടപെടലുണ്ടായി. അവരുടെ നേതൃത്വത്തിലാണ് പാലക്കാട് കലക്ടർ ബന്ദിയാക്കിയിരുന്നത് തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ് കേരളത്തിൽ സജീവമായി ഉണ്ടായത്. എന്തായാലും 99 നിയമം വീണ്ടും ഹൈക്കോടതിയിൽ വരികയും അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതി വിധി എഴുതി. അതിനെതിരെ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ 99 കേരള ഗവൺമെൻറ് പോയി. 2020 ആകുമ്പോൾ ഇത് കേരളത്തിലെ ആദിവാസി ഭൂസമരത്തിൻ്റെ ഒരു വ്യവഹാര ചരിത്രമാണെന്ന് വേണേൽ പറയാം, ഒരു സ്ട്രീം. അതേസമയത്ത് തന്നെ ജാനുവിൻ്റെ മൂവ്മെൻറ്റ് ഈ ചരിത്രപരമായി ഭൂമിക്ക് അവകാശങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അതുപോലുള്ള കൊളോണിയൽ ശക്തികളുടെ കടന്നുവരവ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, തോട്ടം വൽക്കരണം, പിന്നീട് വനംവകുപ്പിൻ്റെ ബ്രിട്ടീഷ് നിയമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന വന നിയമങ്ങൾ, അതിൻ്റെ ഭാഗമായി കാട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട അവരാണ് കേരളത്തിൽ ഒരു 80% എന്ന് വേണമെങ്കിൽ പറയാം. പണിയർ, റെഡിയർ, കാട്ടുനായ്ക്കർ, വേട്ടക്കുറമർ തുടങ്ങിയവ. കേരളത്തിൽ ലാൻഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ വയനാട്ടിൽ ഒരു പരിധിവരെ കുറിച്യ കുർമ വിഭാഗങ്ങളും ഇടുക്കിയിൽ മലേറിയ തുടങ്ങിയ വിഭാഗങ്ങളും, കാണിക്കാർ മാത്രമാണ് വനത്തിൽ പൂർണ്ണമായും പിടിച്ചു നിൽക്കുന്ന വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഭാഗത്തിൻ്റെ പ്രശ്നമാണ് ജാനുവിൻ്റെ ഒരു മൂവ്മെൻറ്റായി 93, 94, 95 കാലഘട്ടത്തിൽ വന്നത്. ഈ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടാനുള്ള വ്യവഹാര പ്രശ്നം ഒരു ജനാധിപത്യ പ്രശ്നമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ജാനുവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു, സലീം കുമാർ തുടങ്ങിയ വക്താക്കൾ. പക്ഷേ 99ഓടുകൂടി ആ മൂവ്മെൻറ്റ് ഈ വ്യവഹാര പ്രശ്നങ്ങൾക്ക് ഒരു 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 ഘട്ടം കഴിയുന്നതോടുകൂടി അത് പിന്നെ ശാന്തമായി. ഈ ഘട്ടത്തിൽ ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭൂസമരങ്ങൾക്ക് മറ്റു മാനം, എന്നെപ്പോലുള്ള ആളുകൾ, അതേപോലെ തന്നെ പുതിയ തലമുറയിലുള്ള കുറേ ദളിത് ആക്ടിവിസ്റ്റുകൾ ജാനുവിൻ്റെ ചുറ്റും ഒരു വലയമുണ്ടാകുകയും ആദിവാസി ദളിത് സമരസമിതി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 98 രൂപം കൊള്ളുന്നത്. കോട്ടയത്ത് വെച്ച് സണ്ണി കവിക്കാടൊക്കെ എന്ന യങ്ങാണ്, അദ്ദേഹമൊക്കെ അതിനകത്ത് MP മനോജ്, ഞാൻ, അങ്ങനെയുള്ള വലിയൊരു വിഭാഗവും, പിന്നെ ഉത്തര മലബാറിൽ ശ്രീരാമൻ ഗോയനെപ്പോലുള്ള ആളുകളൊക്കെ വന്നു. അപ്പോൾ ജാനുവിന് ചുറ്റും ഒരു ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഒരു നവീന നേതൃത്വം കൂടി വന്നതോടുകൂടി അതിന് പുതിയൊരു ഡയമെൻഷൻ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജാനുവിൻ്റെ മൂവ്മെൻറ്റ് മറ്റൊരർത്ഥത്തിൽ അന്നേരം ഒരു സ്തംഭനാവസ്ഥയിലെത്തിയിരുന്നു. അന്യാധീനപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള സമരവും സ്തംഭനാവസ്ഥയിലെത്തിയിരുന്നു. ജാനുവിൻ്റെ പനവലി തിരിച്ചു പിടിക്കാനുള്ള സമരം, ചെങ്ങേരി, അതുപോലെ കുണ്ടള സമരം, കുണ്ടളയിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാനായി PJ ജോസഫിൻ്റെയും അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെയും നേതൃത്വത്തിൽ അവിടെ ഫാം ലാൻഡ് മുഴുവൻ പിടിച്ചെടുത്തത് തിരിച്ചു പിടിച്ചൊരു സമരം, തൂവൈപ്പതിയിലുണ്ടായിരുന്ന ആദിവാസികളുടെ 1000 ഏക്കറോളം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പിടിച്ചെടുത്തതിനെതിരെയുള്ള സമരം, അതെല്ലാം ഭൂസമരങ്ങൾ ഒറ്റപ്പെട്ടതാണെങ്കിലും വിജയിപ്പിക്കുന്നു. പിന്നെ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുറിച്ചി ശ്രീധരൻ്റെ ആത്മാഹുതിക്കെതിരെ നടന്ന ഒരു മുന്നേറ്റം. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ആദിവാസി മേഖല മുഴുവൻ ഗ്ലോബലൈസേഷൻ ഡിഫക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേറ്റം പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു. കർഷകരും അതേപോലെ 2000-ഓളം കർഷകർ ആത്മഹത്യ ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ക്രൈസിസ് കൊണ്ട് തന്നെ വൻതോതിൽ പട്ടിണി മരണം വ്യാപകമായി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മനസ്സിലായില്ലേ? അതായത് ഒരു 2021 മാർച്ച് മുതൽ ജൂൺ വരെ 32 ആദിവാസികൾ പട്ടിണി കിടന്നു. പത്രങ്ങൾ പലപ്പോഴും ഗവൺമെൻറ് പട്ടിണി കിടന്നു മരിക്കുന്നു എന്നുള്ളത് അങ്ങനെ പറയാറില്ല. മലിനെല്ലാം കുടിച്ച്, കള്ളു കുടിച്ച്, അല്ലെങ്കിൽ അജ്ഞാത രോഗം എന്നാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യാറ്. പിന്നീട് ഇതൊരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു കേസായി മാറുന്നു. 157 പേർ 1.5 വർഷം കൊണ്ട് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്തായാലും പിന്നെ ഒരു ആദിവാസി ബാലൻ്റെ ഒരു മരണം, അനധികൃത ഹോസ്റ്റലുകൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ വ്യാപാരവൽക്കരിച്ചതിൻ്റെ വിഷയം, അങ്ങനെയെല്ലാം കൂടി ഉരുണ്ടുകൂടിയ ഒരു കാലഘട്ടത്തിൽ 99, 2000, 2001 മറ്റെല്ലാ ആദിവാസി മൂവ്മെൻറ്റുകളും നിശബ്ദമായപ്പോഴാണ് ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗോത്രമഹാസഭ എന്നുള്ള രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ആദിവാസികളുടെ ഒരു കുടിൽകെട്ടി സമരം നടന്നത്. കേവലം 126 ആദിവാസികൾ പട്ടിണി മരണത്തിന് ശാശ്വത പരിഹാരമുണ്ടാകാൻ ഞങ്ങൾക്ക് ഭൂമി വേണമെന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള റെഫ്യൂജി ക്യാമ്പ് അവർ തന്നെ കുടിൽ കെട്ടിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കുന്നു. അതൊരു ഓണക്കാലം ആരംഭിക്കുന്നതിന് മുമ്പായതുകൊണ്ട് അവിടെ വലിയ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ജാനുവിൻ്റെ നേതൃത്വത്തിൽ തടയുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ഇത് മീഡിയ ശ്രദ്ധിക്കുന്നു. അന്ന് ഏഷ്യാനെറ്റും സൂര്യയും മാത്രമേ ഉണ്ടായിരുന്നു എങ്കിലും പത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. മുഴുവൻ മീഡിയകളുടെയും വലിയൊരു പിന്തുണ ഇതിന് കിട്ടി. എന്തായാലും ദിവസങ്ങൾക്കകം
ആ കുടിൽകെട്ട് സമരം മുഖ്യമന്ത്രി ആൻ്റണിയുടെ വീട്ടുപിടിക്കലേക്കും പോകുന്നു, നീങ്ങുന്നു. അത് 1.5 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വലിയൊരു സഹന സമരത്തിൻ്റെ ഒരു രൂപമായി മാറുന്നു. നവംബർ ആ സമരം തീരുന്നതിന് ഏതാണ്ട് ഒരു 10 ദിവസക്കാലം മുമ്പ് ഗോത്രവർഗ വിഭാഗങ്ങളുടെ വലിയൊരു റാലി അവിടെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. അതിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു, എന്തായാലും ഒരു ആത്മാഭിമാന റാലിയായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ആദിവാസികളുടെ ഗോത്രമഹാസഭ എന്ന് പറയുന്നൊരു ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അപ്പാരറ്റസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ സമരം തകർക്കാനുള്ള പല നീക്കവും ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് UDFൻ്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ പക്ഷത്തുനിന്ന് നിഷ്കരണം ഇതിന് പൊളിച്ചു മാറ്റണം എന്നായിരുന്നു അവരുടെ നിലപാടെങ്കിലും ഈ പറയുന്ന 48-ാം ദിവസം മുഖ്യമന്ത്രി ആൻ്റണിക്ക് ആദിവാസികളുമായി ഒരു ചർച്ചയ്ക്ക് നിർബന്ധിതമാകുകയും ഒരു സമ്പൂർണ്ണമായ ഒരു പാക്കേജും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അത് വളരെ കേരള ഹിസ്റ്ററിയിലെ വലിയൊരു മുന്നേറ്റമാണ്. കാരണം എപ്പോഴും ആദിവാസികൾക്ക് കൊണ്ട് മറ്റാരെങ്കിലും പറയാനാണല്ലോ മുതിർന്നിട്ടുള്ള ആ കാലമെല്ലാം തന്നെ പോയി. സമ്പൂർണ്ണ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പം ഒരു മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി നൽകുന്ന ഭൂമിയും നേരത്തെയുള്ള ഭൂമിയുള്ളത് ഭരണഘടനയുടെ 5-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വയംഭരണ മേഖലയാക്കും. 96-ൽ രാജീവ് ഗാന്ധി പാസ്സാക്കിയ പെസാ നിയമം നടപ്പാക്കും. കൂടാതെ അവർ ഊരുകൾക്ക് പ്രാമുഖ്യം. അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ടുള്ളൊരു കാര്യം, വയനാട്ടിലും ഇതര ജില്ലകളിലും അവർക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ട് പഴയ നിക്ഷിപ്ത വനഭൂമി നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ഭൂമിയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. 60,000 ഏക്കർ ഭൂമി വയനാട്ടിൽ തന്നെ ഒഴുക്കാൻ ആ ആക്ടിൻ്റെ ചട്ടങ്ങളനുസരിച്ച് ഗവൺമെൻറ് ബാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് 30,000 ഏക്കർ നിക്ഷിപ്ത വനഭൂമിക്ക് ആൻ്റണി ഗവൺമെൻറ് എന്ന് വാജ്പേയി ഗവൺമെൻറ്റിന് 2002-ൽ കത്തെഴുതുന്നു. എന്തായാലും ഒരു മിഷൻ മാതൃകയിൽ 2001 ജാനുവരിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങുന്നു. ജനുവരി 1-ന് മറയൂരിൽ 2.5 ഏക്കർ വീതം ഭൂമി മറ്റുള്ള ഹിൽപ്പലയ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അവിടെ ചെയ്യുന്ന മേളയാണ് ആൻ്റണി നൃത്തം ചെയ്തൊരു ഈ മുത്തങ്ങയിൽ ഒരു സമരം ഉണ്ടാകുന്നൊരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞാൽ മതി. ഈ സമരം എങ്ങനെയാണ് അതിനൊരു സംഘടിത രൂപത്തിൽ നടത്താൻ സാധിച്ചത്? അതായത് ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഒരു ജീവനോപാധി എന്ന് പറയുന്നത് കാടുമായി ബന്ധപ്പെട്ടതും ഒക്കെയാണ്. അത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ തരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തോടെയാണ് ആ സമരത്തിൽ അവർ പങ്കെടുക്കാനെത്തുന്നത്. ഇവരെ സംഘടിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ആ ഒരു സമരം ആ രീതിയിൽ വളരെ സംഘടിതമായി നടത്താൻ സാധിച്ചത് എങ്ങനെയായിരുന്നു? ഗോത്രമാസപ്പടി കുടിൽകെട്ടി സമരം കഴിഞ്ഞതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നിസ്സരായിട്ടുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾ, ഭൂമിയൊന്നും ഇല്ലാത്തവർ, എങ്ങനെയെങ്കിലും ഈ നശിച്ച ജീവിതത്തിൽ നിന്നും പുതിയൊരു സ്വപ്നഭൂമിയിലേക്ക് പോകണമെന്ന് 100% ആദിവാസികളും ആഗ്രഹിച്ചിരുന്നു. ജാനു കുടിൽകെട്ടി സമരവും കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട്, സ്വീകരണ റാലി. ഞാനന്ന് വളരെ ലേറ്റായിട്ട് മേധാപ്പർക്കൊക്കെ പങ്കെടുത്തു. 15,000-ഓളം ആദിവാസികൾ അതിനകത്ത് ഒഴുകിയെത്തി. മനസ്സിലായല്ലോ. പക്ഷേ വയനാട് ജില്ലയുടെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 12 പഞ്ചായത്തുകളിലും ഗോത്രമഹാസഭയുടെ ശാഖകൾ, ഊരുസഭകൾ രൂപം കൊണ്ടു. മനസ്സിലായില്ല. അപ്പം ഏത് ഊരിൽ പോയാലും ഗോത്രമഹാസഭയുടെ യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയൊരു ഭൂസമരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദിവാസികളാരും ഇത് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ജാനുവിൻ്റെ ലീഡർഷിപ്പ് കണ്ടെത്താൻ പോകുന്നത് അവർക്ക് വേണ്ടിയുള്ള പുതിയൊരു സ്വപ്നഭൂമിയായിരിക്കും എന്നവർക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രത്തോളം സ്റ്റിഞ്ചി ആയിട്ടുള്ള, അത്രയും ദയനീയമായ, അത്രയും ഹീനമായൊരു ജീവസാഹചര്യത്തിലാണ്, അടിമസമാന ജീവസാഹചര്യത്തിലാണ് ഉള്ളത്. കുടിയേറ്റക്കാരുടെ ഈ അടിമകളെപ്പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഊരുകളിൽ പോയി അവരെ സംഘടിപ്പിക്കുമ്പോൾ അവരോട് ഗോത്രമഹാസഭ ആവശ്യപ്പെടുന്നത് ചെറിയ കാര്യം മാത്രമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന കൂലിപ്പണി എടുത്ത് ജീവിച്ച് ഉള്ള സമ്പാദ്യം നിങ്ങളൊരു കഷ്ടിച്ചൊരു മാസം പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് വയ്ക്കുക. അപ്പം നിങ്ങൾ മുത്തങ്ങയിലേക്ക് വരുമ്പം ഒരു 10 കിലോ അരി മാത്രം കൊണ്ടുവന്നാൽ മതി തൽക്കാലം. അവർക്കവിടെ കുടിൽ കെട്ടാനുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കാൻ 250 രൂപയും. അപ്പം ഇതിനു വേണ്ടി ബത്തേരിയിലുള്ള ഒരു പണിയ സമാജത്തിൻ്റെ ഒരു ഓഫീസാണ് ഒരു റീജിയണൽ കേന്ദ്രമായിട്ട് എടുത്തിരുന്നത്. 2-2.5 മാസക്കാലം ഊരുകൾ മുഴുവൻ സഞ്ചരിച്ച് ഇവർ മുക്തയിൽ പ്രവേശിക്കാൻ ആളുകളുടെ ലിസ്റ്റ്, ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതിലേതാണ്ട് ഒരു 98% മഴ വന്നു എന്നുള്ളത് മാത്രമല്ല, ആദ്യം തയ്യാറാക്കിയ ലിസ്റ്റിന് ഉപരിയായി കൂടുതൽ ആളുകൾ വരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ 2003 ജനുവരി 1-ന് രാത്രി ആളുകൾ നിരവധി വാഹനങ്ങളിലായി സ്വകാര്യ ജീപ്പുകളിലൊക്കെ ഹയർ ചെയ്ത് ബത്തേരി താലൂക്കിലെ നൂൽപ്പുഴ പെൽറ്റിലുള്ള പുലിതൂക്കി എന്ന് പറയുന്ന കോളനിക്ക് ഇപ്പുറം
ഒരു തിരുവണ്ണൂർ എന്ന് പറയുന്ന ഊരിൽ അവർ സമ്മേളിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഏതാണ്ട് 1000-ലധികം പേര് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പം അവരുടെ പഴയ ഊരിലുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് തന്നെയാണ് വരുന്നത്. ഒന്നും എടുക്കാനില്ലല്ലോ. കുറേ ചാക്ക് കെട്ട്, കുറേ പ്ലാസ്റ്റിക് സഞ്ചി, കുറേ വൃദ്ധന അച്ഛനമ്മമാർ, കുഞ്ഞുങ്ങൾ, സ്കൂൾ കുട്ടികൾ അവരുടെ പുസ്തകം കെട്ട് ഉൾപ്പെടെ എടുത്ത് അവർക്ക് കാര്യമായ സമ്പാദ്യമുള്ളത് കൊണ്ട് ചിലർ അവരുടെ ഊരുകളെല്ലാം തന്നെ പൊളിച്ച് ആ പ്ലാസ്റ്റിക് ഷീറ്റും എന്തൊക്കെയായിട്ടൊക്കെയാണ് വന്നത്. ഇങ്ങനെ ഒരു അഭയാർത്ഥി സമൂഹം, ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഈ തിരുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് സന്ധ്യാസമയം മുതൽ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 2 മണിക്ക് അവർ ഉറക്കളച്ചുള്ള ഒരു സമ്മേളനം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരർത്ഥത്തിൽ ഇവരുടെ ഡെഡിക്കേഷനാണ് തോന്നും. പക്ഷേ ജീവിതത്തിൻ്റെ നിവൃത്തികേട് കൊണ്ട് അവരെവിടെയോ പോകാൻ, എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. എവിടെയാണ് അവർ പോകാൻ തയ്യാറാണ്. ഈ 2000-ഓളം വരുന്ന ആളുകൾ, കുഞ്ഞു കുട്ടികളെ സഹിതം വരുന്നത് ഈ വലിയൊരു ആൾക്കൂട്ടം എന്നുള്ള നിലയിൽ എങ്ങോട്ടേക്ക് വിളിച്ചാലും അവർ പോകാൻ തയ്യാറാകുമായിരുന്നു. എന്തായാലും ജാനു ഒരു സ്വപ്നഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിൽ അന്ന് അവിടെ നിന്ന് രാവിലെ അവരവിടെ ഒരു ചെറിയ ഗോത്രപൂജയും തുടികൊട്ടൊക്കെ നടത്തിയതിന് ശേഷം ഏതാണ്ട് 4 മണിക്ക് പുലിതൂക്കി എന്ന് പറയുന്ന മറ്റൊരു ഊരിലേക്ക് പോകുന്നത് വനപ്രദേശത്ത് ചേർന്നുള്ളൊരു പ്രദേശമാണ്. അവിടെ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, 4 മണിയും 4:30 മണിക്കും ഇടയിലാണ്, വെളുപ്പം കാലത്താണ് ഇവർ കാട്ടിലൂടെ നടന്നു പോകുന്നത്. ശരിക്കും ആനയൊക്കെയുള്ള കാടാണ്. പക്ഷേ ഒരു 20 മിനിറ്റ് നടന്നാൽ അവർ തുറസായ ഒരു ഭൂമിയിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ തുറസായ ഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പം നേരം വെളുത്ത് ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. അത് അവരുടെ സ്വപ്നഭൂമിയിലേക്ക് പ്രവേശനമാണെന്ന് അവർക്കത് കാഴ്ച തന്നെ തോന്നുകയാണ്. കാരണം വലിയ ഒരു ഭൂപ്രദേശം, തരിശായി കുറേ മലകളും ചെറിയ കുറ്റിക്കാടുകളും ചെടികളും കൊല്ലികളൊക്കെയുള്ള വഴിയിലൂടെ നടന്നിട്ടാണ് അവർ അമ്പുകുത്തിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അമ്പുകുത്തിമേലെ താഴ്വാരയുള്ള ഒരു തോടിൽ അവരെല്ലാം കുളിക്കുകയും അവിടെ ഒരു കുളിയൻകാവിൽ പൂജയൊക്കെ നടത്തി അവർക്കുള്ള പൂർവ്വപിതാമഹന്മാർക്കുള്ളതെല്ലാം തന്നെ കൊടുക്കുകയും അവർ വാവിട്ടൊക്കെ അവിടെ കരയും. അങ്ങനെയാണ് ഭൂമിയിൽ പ്രവേശിക്കുന്നത്. ആ ഭൂമിയിൽ പ്രവേശിക്കുന്നതോടുകൂടി അവർക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലുള്ള ഫീലിംഗാണ് ഉണ്ടാകുന്നത്. പിന്നെ അവർക്കാരെയും ഭയമില്ല, കാരണം അവരുടെ ഭൂമിയാണല്ലോ അത്. ആ ഭൂമിയിൽ പ്രവേശിച്ച ഒരാഴ്ച കൊണ്ട് തന്നെ അതൊരു 3 ഗ്രാമങ്ങളിലേക്ക് അവർ വേർപിരിഞ്ഞ് പോകുകയാണ് ചെയ്യുന്നത്. അതവർ അമ്പുകുത്തി, ഞണ്ടിറിക്കി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അമ്പുകുത്തി, അവിടെ ഒരു 10-200 കുടുംബങ്ങൾ സമ്മേളിക്കുന്നു. കുറച്ചുകൂടി വടക്കോട്ടേക്ക് സഞ്ചരിച്ചിട്ട് തകരപ്പാടി എന്ന് പറയുന്ന ഒരു ലോലാൻഡ് വയലും കുളങ്ങളൊക്കെയുള്ള സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. അവിടെയൊക്കെ അവരുടെ കാവുകൾ കണ്ടെത്തുന്നു. പൊൻകുഴി അമ്പലത്തിൻ്റെ കിഴക്ക് വശത്ത് അങ്ങനെ മറ്റൊരു ഗ്രാമം, അങ്ങനെ 3 ഗ്രാമങ്ങളിലേക്ക് അവർ ഒരാഴ്ച കൊണ്ട് തന്നെ പോവുകയും അവർ സ്വയമേവ അവിടെ കുടിൽ കെട്ടി ഇവർ 20 പേർ വീതമുള്ള കുടുംബങ്ങൾ ഒരു ഊരുകൂട്ടമായി പ്രവർത്തിച്ച് ഒരു 10 ദിവസം കൊണ്ട് അവർക്ക് അവിടെ ഒരു മുത്തങ്ങയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു ലീഡർഷിപ്പ് കൗൺസിൽ എന്നുള്ള മുത്തങ്ങ ഗോത്ര കൗൺസിൽ എന്നുള്ളൊരു കൗൺസിൽ രൂപം കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ ചിട്ടയായി അവർ ചെയ്യുക മാത്രമല്ല, അവിടെ നടക്കാൻ പോകുന്ന ഒരു ഗ്രാമജീവിതത്തിൻ്റെ രൂപരേഖ അവർക്കൊക്കെ ഉള്ളതൊരു സ്ക്രിപ്റ്റ് ഉള്ളതുപോലെയാണ് അവരെല്ലാം തന്നെ പിന്നീട് കിണറുകൾ കുഴിക്കുന്നു, അവരവരുടെ 2-3 അംഗൻവാടി കിട്ടുന്നു, അവരുടെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്നെല്ലാം തന്നെ ലോഡിന് കണക്കിന് അവിടെ ഒരു ഭക്ഷ്യവിതരണ ശൃംഖലയ്ക്ക് വേണ്ടി ഒരു ഓഫീസൊക്കെ തുടങ്ങി അവിടെ ശേഖരിക്കുന്നു. ആളുകൾ സ്വകാര്യ കസ്റ്റഡിയിലല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറച്ച് പേര് ചെയ്തിരിക്കാം, പക്ഷേ അവർ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ഗോത്രഭാഷ നേതൃത്വത്തിൽ അവിടെ കൊടുക്കുന്നു, അവർക്കത് വിതരണം ചെയ്യുന്നു. അങ്ങനെ പിന്നെ അംഗൻവാടികൾ പണിയുന്നു. ചുരുക്കത്തിൽ അവർ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാവുകളെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിച്ച് വൈകുന്നേരങ്ങളിൽ ഗോത്രപൂജയ്ക്ക് വേണ്ടി കൂടുന്നു. മനസ്സിലല്ലേ? പിന്നെ ഒരു 200ഓളം യുവാക്കളുടെ ഒരു സന്നദ്ധ സേനയുണ്ടായിരുന്നു. അത് അവിടെ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കുന്നു. മനസ്സിലല്ലേ? അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തെ ഫോറസ്റ്റുകാർ ഇതെല്ലാം ദൃക്സാക്ഷികളാണ്. അവരൊന്ന് പടമെടുത്ത് പോകുന്നു, അവരങ്ങനെ പോകുന്നു. പിന്നെ അനാവശ്യമായുള്ള ആളുകൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതുകൊണ്ട് അവിടെ ആളുകൾക്ക് പ്രവേശനത്തിനൊരു പാസ്സൊക്കെ കൊടുക്കുന്ന രീതിയിലുണ്ടാക്കുന്നു. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും, ഗേറ്റുകൾ, അതിലൂടെ മാത്രമേ ആളുകൾക്ക് വരാൻ പോകാൻ പാടുള്ളൂ. ആദിവാസികൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും ആ ഒരു മാസക്കാലം ആരും അവിടെ നിന്ന് കൂലിപ്പണിക്കൊന്നും തന്നെ പോകുന്നില്ല. പുതിയ കുടുംബങ്ങൾ വരുന്നു. എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ ഏതാണ്ട് 3 ഗ്രാമങ്ങളിലായി 825ഓളം കുടുംബങ്ങൾ അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ള ഭക്ഷ്യശേഖരങ്ങളൊക്കെ തീരാറായ സമയമായിരുന്നു. പിന്നീട് പുറത്തുനിന്ന് കുറച്ച് പേരൊക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എത്തിച്ചു കൊണ്ടുവന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന ഒരു സ്ഥിതിയിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് പിന്നീട് അതൊരു
വെടിവയ്പ്പിലേക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങി? അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ അറസ്റ്റൊന്നും ചെയ്ത് കുടിയിറക്കൊന്നും ഉണ്ടാക്കുക സാധ്യമല്ല. ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് ഒരു തരത്തിലുള്ള ഡിസ്കഷനും വിളിച്ചിരുന്നില്ല. ഈ കുടിയേറിയതിന് ശേഷം ഒരു 5-ാം തീയതിയാണ് മറ്റും 2, 3, 4, 5 അവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡനും ഇതിനെതിരെ പരസ്യമായ രംഗത്ത് വന്നിരുന്നത് ഈ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ചില വക്താക്കളാണെന്നുള്ള അറിയാമല്ലോ. അവരുടെ പ്രതിനിധികൾ റിസർവ് വനമാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് ഞങ്ങളോട് കുടിയിറങ്ങാനാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞാൽ വലിയൊരു അഡ്വക്കസി പ്രോസസ്സിലൂടെ കടന്നൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വനഭൂമി എത്രയും പതിച്ച് കിട്ടാനുള്ള നടപടി ഉണ്ടാകും. എവിടെ എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ട് മുത്തങ്ങ അതിനൊരു സമ്മർദ്ദ മേഖലയായി സ്വീകരിക്കുക, അവിടെ തന്നെ കിട്ടിയാൽ മതിയാകും എന്നുള്ള വാശിയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. എന്തായാലും അപ്പോൾ ഈ സമയത്ത് ഒന്നും തന്നെ ഗവൺമെൻറ് പക്ഷത്തു നിന്ന് യാതൊരു ചർച്ചയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥരവിടെ വരുന്നില്ല. വനം വകുപ്പ് റൊട്ടീനായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു, നമുക്കെതിരെ കേസെടുത്തു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അതിനൊന്നും അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ ഈ മദ്യവിരുദ്ധ വേട്ടയൊക്കെ നടന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളവാറ്റ് പോലുള്ള നടക്കുന്നതെല്ലാം തന്നെ നമ്മൾ റെയ്ഡ് ചെയ്ത് ഇത് സംഘങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം. അതായത് കാട്ടുതീ പലപ്പോഴും ഉണ്ടാകാനുള്ള സീസണാണത്. ഫെബ്രുവരി മാസം മുതൽ പുൽമേടുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ ഈ സന്നദ്ധ സേനയൊക്കെ കെടുത്തി. ഒരാൾ കള്ളു കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തീ ഇടുന്നത് കാണുന്നുണ്ട്, പിടിക്കപ്പെടുന്നു. എന്തായാലും തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ഈ വാസസ്ഥലങ്ങൾക്ക് ചുറ്റും നമ്മൾ തന്നെ ഫോറസ്റ്റ് ലൈൻ പോലുള്ള ഫയർ ബെൽറ്റൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് ആദിവാസി കുടിലുകൾക്കൊന്നും തീ പിടിക്കാത്ത തരത്തിലുള്ള പണി ചെയ്തിരുന്നു. പിന്നെ ഒരു 100-150 പേരുടെ സന്നദ്ധ സേന രാത്രിയും പകലും എപ്പോഴും ഈ ബോർഡർ ഏരിയയിലൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു. പിന്നെ ഈ 3 പ്രദേശങ്ങളിലാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സംവിധാനങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2003 ഫെബ്രുവരി 17 ഏതാണ്ട് ഒരു 10-10:30 മണിയോടുകൂടി കിഴക്കൻ ഏരിയയിൽ കാട്ടിൽ 2 സ്ഥലങ്ങളിലായിട്ട് അറ്റ് എ ടൈം തീ കാണുകയാണ്. തീപിടുത്തം നടന്നായിട്ട് കാണുന്നു. അത് വലിയ പുകയാണ് വരുന്നതൊക്കെ മനസ്സിലായി. അപ്പോൾ 2 സ്ഥലങ്ങളിലായതുകൊണ്ട് യാദൃശ്യമായിട്ടായിരിക്കും, അബദ്ധം പറ്റിയതല്ല എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായി. തലേ ദിവസം ആരൊക്കെയോ കാട്ടിൽ കയറിപ്പോയിട്ടുണ്ടൊരു അടച്ച വാഹനത്തിൽ എന്നുള്ളൊരു ശ്രുതി നമുക്ക് പുറത്തുനിന്ന് തന്നെ കിട്ടിയിരുന്നു. എന്തായാലും ആ തീ കത്തിപ്പടർന്നു വരുന്നത് ഈ വലിയ കാടല്ലെങ്കിലും ഉണങ്ങിയ മരങ്ങൾ, യൂക്കാലി മരങ്ങളും ചില തരത്തിലുള്ള പുൽമേടുകളായതുകൊണ്ട് വളരെ വേഗം പെട്രോളിന് തീ പിടിച്ച പോലെ ഇത് കത്തുക. അപ്പോൾ ഞങ്ങളന്നൊരു റോഡ് വെട്ടാനായിട്ടൊരു 80 പേരെ ചുമതലപ്പെടുത്തിയവർ അതിൻ്റെ ഇടയിലാണ്. അപ്പം ആളുകളൊക്കെ തന്നെ ആക്റ്റീവായി ഓടി കാട്ടിലിവരൊക്കെ തന്നെ റിസ്ക് ചെയ്യുന്ന പണിയായിരുന്നു. എന്തായാലും തീ പടർന്ന് ഒരു 1-1.5 മണിയായപ്പം ഈ ആദിവാസി കുടിലിൻ്റെ അടുത്ത് വരെ എത്തി. അത് പതുക്കെ കെട്ട് തുടങ്ങി. എന്തായാലും അത് കെടുത്തുന്ന പണി നമ്മളോട് ചെയ്യുന്നുണ്ട് ഒരു ബോർഡർ ഏരിയയിൽ. പക്ഷേ ഇത് കെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള കുറേ ആളുകളെ ഈ തീപിടുത്തം നടന്ന മേഖലയിലും ആദിവാസി ബെൽറ്റിലും കണ്ടു. ചിലർ ഈ ബോർഡർ ഏരിയയിൽ തീ ഇടുന്നതായിട്ടും കണ്ടു. അപ്പോൾ ഇവരെ നമ്മുടെ കൈയോടെ പല മേഖലയിൽ നിന്നും പിടികൂടി. അതാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് എന്തൊരു ദുരൂഹതയുണ്ട് എന്നും ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിനുള്ള സംശയം നമുക്ക് ന്യായമായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു വാടക ജീപ്പിൽ യാദൃശ്യമായി 2-3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ലോക്കലി എന്താ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസേഴ്സും ഫോറസ്റ്റ് ഗാർഡ് അങ്ങനെയുള്ള ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള പുറത്തുള്ള ടാക്സി ഡ്രൈവർമാരാണ് ഇത് കണ്ടു. സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറേ പെട്രോൾ ക്യാനുകളും ഉണങ്ങിയ ആനപ്പിണ്ടമൊക്കെ ആയിരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നാണ് ഇവർ തീ കത്തിച്ച് എറിഞ്ഞത് എന്ന് ഇത് തടഞ്ഞു നിർത്തിയപ്പം അപ്പോൾ അതിലുള്ളൊരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, ഒരു കിളിയായിട്ട് വന്നവൻ. അവന് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. പേടിയുണ്ടായിരിക്കാം. എന്തായാലും വൈകുന്നേരം 4 മണിയായ 2 മണി 3 മണിയായതോടുകൂടി ഇവരെ മുഴുവൻ തന്നെ നമ്മൾ തടഞ്ഞു വെച്ചവിടെ. അപ്പം ഈ മനുഷ്യന്മാരുടെ ഈ വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി, അറിവോടുകൂടി, നിർദ്ദേശത്തോടുകൂടി തീ ഇടുന്നു എന്നുള്ളതാണ് ഇവരും തന്നെയുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം 5 മണിയായതോടുകൂടി ഈ ഇങ്ങനെ തടഞ്ഞു വെച്ച ഈ ആദിവാസികൾ സമരം നടന്ന ഭൂമിയാണ്, കുറേയധികം മേഖല തീ കത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായും ജില്ലാ കളക്ടർ സ്ഥലത്ത് സന്ദർശിക്കണം. ഞങ്ങളിങ്ങനെ കുടിയിലെടുത്ത് താമസിക്കുന്നതായതുകൊണ്ട് ഇവരെ പേരിൽ കേസെടുക്കണം, ഇവരതിൽ തീയിട്ടു എന്നാണ് ഞങ്ങൾ അങ്ങനെ
അന്ന് കണ്ണൂരിൽ നിന്ന് ശ്രീരാമൻ ഗോയനൊക്കെ ഞാൻ വിളിച്ചു വരുത്തി. ജാനു എന്ന സ്ഥലത്ത് ആ സമയത്ത് ആദ്യ ദിവസങ്ങളിൽ സമരഭൂമിയുണ്ട്. ജാനുവിനെ വിളിച്ച് ആളെ വരുത്തി. ഡിസ്ട്രിക്ട് കളക്ടർക്ക് കത്ത് കൊടുത്തു. അങ്ങനെ വൈകുന്നേരം ഇരുട്ടായ സമയത്ത് രാത്രി ഒരു 7 മണി കഴിഞ്ഞാണ് ജില്ലാ കളക്ടറും ഒരു DYSPയുടെ വരുന്നത്. അപ്പോൾ ഈ രാത്രികാലം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ അവർ പിറ്റേ ദിവസം ഈ എന്താണ് വരാം എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് വന്നു പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ പുറത്തുള്ള അന്തരീക്ഷം മുഴുവൻ തന്നെ മാറി. ഈ തടഞ്ഞു വെച്ച ആൾ മുഴുവൻ തന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള നിലയിൽ വലിയ തരത്തിലുള്ള പ്രൊപ്പഗൻഡ രാഷ്ട്രീയ പാർട്ടികൾ പുറത്ത് ചെയ്തിരുന്നു. ചുരുക്കത്തിൽ രാവിലത്തെ 18-ാം തീയതി കാലത്ത് 10 മണിയാകുന്നതിന് മുമ്പ് തന്നെ പുറത്ത് വലിയ ജനക്കൂട്ടമാണ്. ഈ പ്രകൃതി സംരക്ഷണ സമിതിയിൽ കോൺഗ്രസ്സുകാർ, CPMകാർ, CPI, ലീഗ് തുടങ്ങിയ ആളെല്ലാം തന്നെ വലിയ ഹർത്താൽ കോൾ ചെയ്തു പുറത്ത്. രാഷ്ട്രീയ ഭേദമില്ലാതെ അടിയന്തരമായും ആദിവാസികളെ കുടിയിറക്കണം, ഞങ്ങളുടെ ആളുകൾ ഇവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള നിലയിൽ ഇതിനെ വലിയ ക്രമസമാധാന പ്രശ്നം അവരാണ് അവിടെ സൃഷ്ടിച്ചത്. വലിയ അപ്പം അവർ 18-ാം തീയതി ഈ ആളുകളെ ഇവരെ പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ഞങ്ങൾ ഓരോ കുറച്ചുകൂടി ഉൾക്കാട്ടില്ല. കാരണം നമുക്ക് ഇവർ സത്യം പറയണമല്ലോ, എന്തായാലും നമ്മുടെ ഒരു ആവശ്യം. എന്തായാലും ഒരു വൈകുന്നേരം രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ പ്രക്രിയ ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണി കഴിയുന്നതോടുകൂടി ഇവരെ ബാച്ച് ഇവരെ മൊഴി രേഖപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. മൊഴിയുടെ ഒരു പകർപ്പ് നമുക്ക് തന്നു. എന്തായാലും 2-3 പേർ അതിലുള്ള ഒരു പ്രത്യേക ഒരു ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശം തീ വെച്ചതെന്നവർ എഗ്രി ചെയ്തു. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പുറത്ത് വലിയൊരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായി. ഡിസ്ട്രിക്ട് കളക്ടർ പോകുമ്പോൾ അദ്ദേഹത്തെ അവർ ഘരാവ് ചെയ്ത് തടഞ്ഞു വെച്ചു. ഈ മുഴുവൻ ആളുകളെയും ഇമ്മീഡിയറ്റ്ലി കുടിയിറക്കിയേ മതിയാകും എന്നുള്ളതല്ല ആവശ്യം അംഗീകരിപ്പിച്ചിട്ടേ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ജീവനോടെ വിട്ടുള്ളൂ. എന്താണ് പ്രശ്നം? അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുന്നതോടുകൂടി ആ ഹർത്താലിനെ അവർ ബത്തേരി താലൂക്ക് സമരം വ്യാപിപ്പിച്ചു. എന്തായാലും ബത്തേരി താലൂക്ക് മുഴുവൻ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൗണ്ടർ റവല്യൂഷണറി മൂവ്മെൻ്റാക്കി മാറ്റി എന്ന് പറയാം വേണമെങ്കിൽ. അപ്പം അന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്ന കത്ത് കൊടുക്കാൻ പോയ ആളുകൾ രാത്രിയാണ് തിരിച്ചു വരുന്നത് 18-ാം തീയതി. പിറ്റേ ദിവസം എന്തായാലും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എവിക്ഷൻ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എവിക്ഷൻ നടക്കുമെന്നുള്ള ഔപചാരികമായ നീക്കം അനുസരിച്ച് പോലീസ് വൃത്തങ്ങളിലും വനംവകുപ്പ് അതിൻ്റെ മുമ്പ് തന്നെ പണി തുടങ്ങിയിരുന്നു. അന്ന് 18-ാം തീയതി 5 മണിക്കാണ് ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുന്നതെങ്കിലും 16-ാം തീയതി മുതൽ ഇതിൻ്റെ പണി തുടങ്ങിയിരുന്നു. പിന്നീട് നമുക്ക് കിട്ടുന്ന ബന്ദോബസ്ത് റിപ്പോർട്ട് മറ്റേത് KP ബറ്റാലിയൻ ആളെ വരുത്തുന്നത് സദേൺ കേരള നോർത്ത് കേരളയിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം റോള് നിർവഹിച്ചത് മന്ത്രി സുധാകരനാണെന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം രഹസ്യമായി 2 പ്രാവശ്യം മുത്തങ്ങയിൽ വന്നുപോയി എന്നുള്ള വാർത്ത പത്രക്കാരുന്ന സുഹൃത്തുക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. 15-ന് ഈ കാലഘട്ടം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുന്നത് കൊണ്ടായിരുന്നിരിക്കണം സർക്കാർ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചത്. ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിനെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ പിന്നീട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഈ പ്രദേശം, മുത്തങ്ങ പ്രദേശം വിൽപ്പനയ്ക്ക് അവർ വെച്ചിരിക്കുകയായിരുന്നു. ഗ്ലോബൽ എക്കോ ടൂറിസം പദ്ധതി എന്നുള്ള നിലയിൽ മോഹന പദ്ധതി ഈ മുത്തങ്ങ എന്താണ് ഈ പറയുന്ന തെന്മല ആലപ്പുഴയുള്ള പ്രദേശം. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ നിന്നും ഇത് പിൻവലിക്കാൻ നിർബന്ധിതമായപ്പോൾ ജില്ലാ കോൺഗ്രസ്സിലുള്ള ചില ആളുകളുടെ ഒരു പത്രക്കുറിപ്പിലൂടെയാണ്, പ്രതിഷേധക്കുറിപ്പിലൂടെ ഞങ്ങൾ കാണുന്നത്. മനസ്സിലായില്ല. അതായത് ഒരു കാരണവശാലും ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ നിന്നും ഇത് പിൻവലിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന, ഇത് ഇത്രയും ഗൗരവപ്പെട്ട ഒരു പ്രദേശത്താണ് ഞങ്ങൾ എൻക്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും 15-ാം തീയതി ആണെന്ന് എൻ്റെ ഓർമ്മ, മന്ത്രി സുധാകരൻ ഇവരുടെ ഉത്തര കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയുണ്ട്, ഉപ ഹെഡ്ക്വാർട്ടർ, അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവരുമായുള്ള ഡിസ്കഷൻ നടത്തി എവിക്ഷൻ വേണ്ടി നടപടിയെടുക്കാനും മൊത്തം വനം വകുപ്പിൻ്റെ എല്ലാ പാരാഫർണലിയും മൊബിലൈസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്തായാലും 15 കഴിഞ്ഞു, 17-ന് ഇവിടെ തീവെപ്പ് നടക്കുന്നു, തീവച്ചാളുകൾ നമ്മൾ പിടികൂടുന്നു. ഇതാണ് ഇതിനകത്തുള്ള മുത്തങ്ങയുള്ള പോലീസ് ഫയറിങ്ങിലേക്ക് നടത്തുന്ന ടേണിംഗ് പോയിന്റ്, ഒരു ട്രിഗറിങ് എന്ന് പറയാം. ട്രിഗറിങ്. ഈ വെടിവെപ്പ് നടന്ന ദിവസം അതെങ്ങനെയായിരുന്നു? ആ വെടിവെപ്പ് ആ ഒരു പ്രൊസീജിയറുകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഞങ്ങളുടെ അന്ന് മുത്തങ്ങ പോലീസ് ഫയറിങ് നടക്കുന്ന ഈ 17-ഉം 18-ഒന്നും മനുഷ്യന്മാരും ഉറങ്ങിയിട്ടില്ല.
ആരും ഭക്ഷണം കഴിച്ചില്ല. കാരണം 17-ാം തീയതിയിലെ തീവപ്പോടുകൂടി മുഴുവൻ ആളുകൾ ഈ തകരപ്പാടി ഭാഗത്ത് വന്ന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. ഒരു 2000-ത്തിലധികം പേര് ആ സമയത്ത് തന്നെ തകരപ്പാടി ഭാഗത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു. കാരണം കാട്ടിലൂടെ കുടിലും താമസിക്കാൻ പറ്റാത്ത തരത്തിൽ തീയും പുകയും കരിയും മാത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആളുകൾ അവരുടെ ഭക്ഷണ സാധനങ്ങളും തന്നെ പലരും മണ്ണിലൊക്കെ കുഴിച്ചിടുകയായിരുന്നു കത്തിപ്പോകാതിരിക്കാൻ. മനസ്സിലല്ലേ? കുറച്ച് പേരൊക്കെ ഭയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും 18-ാം തീയതി അന്ന് ആദിവാസികളുടെ ഗോത്ര കൗൺസിൽ കൂടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുടിയിറങ്ങുന്നില്ല, തികച്ച സമാധാനപരമായി പതിവ് ജീവിതം നമ്മൾ 19-ാം തീയതി നീക്കണം. അതായത് ബാലവാടികൾ തുറന്ന് പ്രവർത്തിക്കണം, എല്ലാവരും രാവിലെ അവരുടെ കൃഷിപ്പണിയിൽ വ്യാപൃതരാകണം, പോലീസിൻ്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ ആരും ഇവിടുന്ന് ഇറങ്ങി പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയും റിട്ടേണായി മുഴുവൻ കൗൺസിൽ ഊരുകളെയും അറിയിക്കുന്നതുകൊണ്ട് 19-ാം തീയതി രാവിലെ തന്നെ പോലീസ് വന്നേക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ സുസജ്ജരായ അവരുടെ പതിവ് പണികളിലാണ് പറയുന്നത്. എല്ലാവരും ഫീൽഡിലുണ്ട്. മനസ്സിലല്ലേ? രാവിലെ 9:30 തന്നെ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നു, കുട്ടികളൊക്കെ അച്ഛനന്മാരോട് എത്തിക്കുന്നു. അങ്ങനെ അതായിരുന്നു. അപ്പോൾ രാവിലെ വരുമ്പോൾ രാവിലെ നമ്മൾ കാണുന്നത് കണ്ണൂർന്ന് കാണുന്നത് ഈ ഇപ്പം ബത്തേരി മൈസൂർ ഹൈവേയിൽ ഇങ്ങനെ പോലീസിൻ്റെ വലിയ അനൗൺസ്മെൻറ്റും വലിയ സംവിധാനമൊക്കെയാണ്. നൂറുകണക്കിന് ആളുകൾ വരുന്നു. അങ്ങനെയുണ്ട്. അപ്പം പുറത്തുനിന്ന് നടക്കുന്നുള്ളതിൻ്റെ ഗൗരവം നമുക്കില്ല. എന്തായാലും രാവിലെ 7:30-ക്കും 8 മണിക്കിടയിൽ അവരുടെ ആദ്യത്തെ ബാച്ച് വലിയൊരു കൂട്ടം ഇതിനകത്തേക്ക് അരച്ച് കയറി അറ്റ് എ ടൈം തകരപ്പാടിയും പൊന്നുകുഴിയും. അത് പോലീസ് മാത്രമല്ല, വനം വകുപ്പ്, നാട്ടുകാരെന്നുള്ള വ്യാജനെ മന്ത്രി സുധാകരൻ്റെ ആളുകൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ ഗുണ്ടാപ്പടയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സഭയായിട്ട് അവരെല്ലാം ഇങ്ങനെ വലിയ ആൾക്കൂട്ടമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ആരാണ് എന്താണെന്നും തിരിച്ചറിയുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പോലീസിൻ്റെ കൂടെ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കയറി വരുന്നതാണ്. അതിങ്ങനെ വലിയൊരാൾക്കൂട്ടമായി വന്ന് ഒരുതരം റെയ്ഡ് പോലെ തീയിടുന്നു, ഗ്രനേഡ് എറിയുന്നു. അങ്ങനെയുള്ള ആദ്യഘട്ടത്തിലൊന്നും അവരങ്ങനെ വെടിവെപ്പൊന്നും നടത്തിയിരുന്നില്ല. എങ്കിലും 11 മണിക്ക് അവിടെ ഒരു അംഗൻവാടിയുടെ ചുറ്റുവട്ടം ഒരു തീയിട്ടപ്പം ആദിവാസികൾ പ്രകോപിതരാകുകയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയപ്പം അവിടെയാണ് അവർ ആദ്യം വെടിവെപ്പ് നടത്തുന്നത്. അവിടെ 3 റൗണ്ട് വെടിവെച്ച് അവർ. പിന്നീട് അതിന് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉള്ളതാണ്. അത്രയും മാത്രമാണ് തകരപ്പാടിയിലുണ്ടായിരുന്നൊരു വെടിവെപ്പ്. പക്ഷേ കുറേ പേർ അവിടെ നിലത്തൊക്കെ ഇട്ട് മർദ്ദിക്കുകയും സ്ത്രീകളെ വലിച്ചെടുക്കുകയും അങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ പോലീസ് കയറി വന്ന പോലീസിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അതിൻ്റെ ലീഡർഷിപ്പിന് നഷ്ടപ്പെടുകയാണ്. അതൊരു തരം ഗ്യാങ് വാർ പോലെ അവർ പല ഭാഗത്തേക്ക് ഓടുന്നു. അങ്ങനെയുള്ള ആളുകൾ. ഇതേ സമയത്ത് പൊൻകുഴി ഭാഗത്തും ഈ ആദിവാസികൾ ഇങ്ങനെ കൂട്ടം ചേർന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, ഗോത്രമാസ ബിന്ദാബാദ്, കുടിയിറക്ക് പോലീസ് പിന്മാറുക എന്നൊക്കെ പറഞ്ഞ് അവരും കൗണ്ടർ ജാഥകൾ നടത്തുന്നുണ്ട്. പൊൻകുഴിയിൽ അത് വളരെ ശക്തമായിരുന്നു. പൊൻകുഴി പിന്നീട് വെടിവെപ്പ് നടക്കുന്നൊക്കെ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ ഈ തകരപ്പാടിയിൽ എൻട്രി ചെയ്ത പോലീസ് സേനയിൽ ഒരു വിഭാഗം എങ്ങനെയോ വഴിതെറ്റി കൗണ്ടൻ വയൽ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്. അവരെ ക്ഷീണിച്ചവശരായിട്ടിരിക്കുന്നു എന്നാണ് കേട്ടത്, വഴി തെറ്റിയെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇവരൊരു രാവിലെ 11:30 മണിയോടുകൂടിയുള്ള റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം പോലീസ് തിരിച്ച് അവരുടെ റോഡിലേക്ക് പ്രഭാതഭക്ഷണത്തിനോ മറ്റോ തിരിച്ച് വന്നതിന് ശേഷം അവർ വരുന്നു. ആ സമയത്ത് കൗണ്ടൻ വയലിൽ നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളുടെ മുദ്രാവാക്യം വിളിച്ചുള്ള ജാഥയും മറ്റും ഇങ്ങനെ കാട്ടിലൂടെ കാടും തുറസായ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഈ സംഘം അവിടെ ഇരിക്കുന്നത് കാണുകയും ഈ പോലീസിനെതിരെയാണിത് വരുന്നതെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ട്, അവരെ ആക്രമിക്കാനൊന്നും പോയതല്ല, ഈ ജാഥ മുദ്രാവാക്യം വിളിച്ച് സംഘത്തെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ട് ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു 45 പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, വനിതകൾ ഉൾപ്പെടെ, ഫോറസ്റ്റിൻ്റെ ആളുകളും. അപ്പോൾ ഓടിപ്പോകുമ്പോൾ ആൾക്കൂട്ടത്തിനെതിരെ അവരവിടെ നിന്ന് വെടിവെച്ചു. 3 പേര് വെടിയേറ്റു. അവിടെ 2 പേർക്ക് കൈക്കും കാലിനും വെടിയേറ്റു. ഒരാളുടെ കാലിൽ അവർ ഗ്രനേഡ് എറിഞ്ഞ് കാല് ചെതറിപ്പോയി. ഇത് ആദിവാസികളെ കൂടുതൽ പ്രകോപിതരാക്കി. എന്തായാലും കിട്ടിയ പോലീസുകാരൊക്കെ അവരും തല്ലുമൊക്കെ ചെയ്യും. അങ്ങനെ സംഘർഷമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആദിവാസികളെല്ലാം തന്നെ തിരിച്ച് ഷെഡിൽ വന്നതിന് ശേഷം പലയിടത്തായി വീണ് കിടക്കുന്ന ആദിവാസികളെയും ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് വീണ് കിടന്ന പോലീസുകാരെയും വനം വകുപ്പുകാരെയും എല്ലാം തന്നെ ഒരു ഷെഡിൽ കൊണ്ടുപോയി കിടത്തുന്നതാണ് അവിടെ മറ്റൊരു മേഖലയിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് പോയിന്റ്. ആദിവാസികൾ തന്നെയാണ് പരിക്കേറ്റ പോലീസുകാരെ അവരെയുള്ളൂ. കാരണം കാട്ടിൽ അങ്ങനെ അക്കാര്യത്തിൽ അവരുടെ മാനുഷികമായുള്ള സമയം തന്നെയാണ് ആദിവാസികളെടുത്തത്. സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആളുകളുണ്ടാകുമ്പോൾ ചെറിയ പരിക്കുകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു ആംഡായി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മറ്റൊരു പിക്ചറായിരുന്നു തന്നെ ഉണ്ടാകുക. കാരണം പോലീസുകാരൊക്കെ തന്നെ
അങ്ങനെ ആംഡായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള വലിയ സാധ്യത ഉള്ളൊരു ഭൂപ്രദേശം. അങ്ങനെ ഒരു തീരുമാനമല്ലായിരുന്നു ഞാൻ തലേ ദിവസം എടുത്തിരുന്നത്. സുനിശ്ചിതമായ തീരുമാനമായിരുന്നു. അച്ചടക്കത്തോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് വരിക്കുക, അതല്ലാത്തടത്ത് നമ്മളിവിടെ വിട്ടുപോകരുത് എന്നുള്ള തീരുമാനം മാത്രമായിരുന്നു. എന്തായാലും 11 മണിക്ക് ശേഷം ഇവർ ഈ കൗണ്ട് എടുത്തതിന് ശേഷം അവിടെ കുറേ ആളുകൾ മിസ് ചെയ്യുന്നു എന്ന് കണ്ടതിന് ശേഷം ഈ പത്രക്കാരാണ് ഇവിടെ കുറച്ച് പോലീസുകാരും വനംവകുപ്പിൻ്റെ ആളുകളും പെട്ടുകിടപ്പുണ്ട് എന്നുള്ളത് അറിയിക്കുന്നത്. അപ്പോൾ ആണ് അവരും, പക്ഷെ അവർ വരുന്നത് വലിയ പോലീസ് സേനയായിട്ട്, ആംഡായിട്ടുള്ള സേനയാണ് അങ്ങോട്ട് ഇരച്ചു വരുന്നത് ഒരു 11-12 അപ്പോൾ സ്വാഭാവികമായിട്ടും ആദിവാസികൾ ഈ പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇവർ പോലീസ് ഫയർ ചെയ്യും. കാരണം രാവിലെ ഒരു 2 മണിക്കൂർ മുമ്പ് പോലീസ് ഫയറിങ് നടന്നു എന്നുള്ളതിൻ്റെ ഭീതി കൊണ്ട് തന്നെ ഈ ഇതിനുള്ളിൽ ആദിവാസികൾ മാത്രമല്ല പോലീസും വനംവകുപ്പിൻ്റെ ആളുകളും ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി അവർ തന്നെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ തന്നെ വിളിച്ചു പറയുന്നു പറഞ്ഞിട്ട് വെടിവെക്കരുതെന്ന് ഈ വനംവകുപ്പുകാരനാണ് വിളിച്ചു പറയുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെ തുടരുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനെ അവരത് പത്രക്കാരുൾപ്പെടെ മീഡിയേറ്റ് ചെയ്യുന്നു. ഇവരെ ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള ഒരേ ഒരു ആവശ്യമാണെന്ന് പറയുന്നത്. പോലീസ് വെടിവെപ്പ് നിർത്തണം, ഇവരെ ചികിത്സക്ക് കൊണ്ടുപോകണം. അതിനെ പോലീസുകാർ വലിയൊരു ഗൂഢാലോചനയോടുകൂടി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അവരതിന് പകരം ഡോക്ടർമാരെ വിടുന്നില്ല, വരാൻ തയ്യാറായ ഡോക്ടർമാരെ പേടിപ്പിച്ച് രാഷ്ട്രീയക്കാരുൾപ്പെടെ ഇടപെട്ടിട്ടത് തടയുന്നു. 4 ആദിവാസികൾ ഇവർ വിളിച്ചുകൊണ്ടുവരാൻ ചെല്ലുന്നുണ്ട്, വരുന്നില്ല. അങ്ങനെ വൈകുന്നേരം 5 മണി വരെയും ആ സിറ്റുവേഷൻ നീട്ടിക്കൊണ്ടുപോയി. ആദിവാസികൾ ഈ പോലീസുകാരെയും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ അത്രത്തോളം മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടുപോയി. ഇൻ ബിറ്റ്വീൻ ഇവർക്കെതിരെ വെടിവെപ്പ് നടത്തി ഇവരെ മോചിപ്പിക്കലാണ് എന്നുള്ള നിലയിൽ സൈനിക നടപടി എന്നുള്ള നിലയിൽ മന്ത്രി സുധാകരൻ്റെ അറിവോടുകൂടി തന്നെയാണ് അത് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ വലിയ കോൺസ്പിറസിയോടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേരള ആംഡ് പോലീസിൻ്റെ ബറ്റാലിയൻ കമാൻഡർ സുരേഷ് ചേപ്പൂർ ഇതിനെടുത്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആംഡ് ആക്ഷൻ്റെ മുഴുവൻ സംഭവം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായി മാറുന്നു. മനസ്സിലായില്ലേ? ലോക്കൽ പോലീസ് അന്ന് ശങ്കർ റെഡ്ഡി ഉത്തരമേഖല ഐ ജി ഉണ്ട്. ഇവരെല്ലാം ഒരു മൂലയിലാകുകയും വെടിവെക്കരുത് എന്നുള്ളതും പരസ്യമായിട്ട് തർക്കങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. ഇത് നമുക്കറിഞ്ഞിട്ട് പിന്നീട് പത്രക്കാർ പറയുന്ന അനുഭവങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് 5:30-5:45 സമയത്ത് ഈ പറയുന്ന ഈ ക്രൗഡ് ആദിവാസികൾ ഈ മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്ന ഷെഡിന് നേരെ അവരിങ്ങനെ ആംഡായി കയറി. അതാണ് പിന്നീട് വിഷ്വൽ മീഡിയയിലൊക്കെ കാണുന്നത്. ജനക്കൂട്ടത്തിനെതിരെ പോലീസ് വെടിവെപ്പ് നടത്തിക്കൊണ്ട് അവർ കയറി വരുന്നു. അവിടെ വെച്ച് ആദിവാസികളൊക്കെ തന്നെ പലായനം ചെയ്യുന്നു. കുറേ പേരവിടെ വീഴുന്നു, കുറേ പേര് മർദ്ദനേറ്റ് വീഴുന്നു. ഈ പോലീസുകാരനെ അവർ എടുത്തു കൊണ്ടുപോകുന്നു, അവിടുന്ന് മോചിപ്പിച്ചുകൊണ്ട്. ഇതാണ് അന്ന് നടക്കുന്ന സംഭവം. അതിനെ തുടർന്ന് മുഴുവൻ തന്നെ ഒരു തരം നരവേട്ടയുടെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്. അതവിടെ കൊണ്ട് തീരുന്നില്ല. പിറ്റേന്ന് ദിവസം ഇത് ഊരുകളിലേക്കും നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തെരുവുകളിലേക്കും ഒരു വംശീയ വേട്ടയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അറിവിൽ അന്ന് കൊല്ലപ്പെട്ട ഇത് യോഗിയാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. പിന്നെ അതേ ദിവസമല്ല, അന്നത്തെ ദിവസം കാട്ടിൽപ്പെട്ടു പോയ ഒരു 9 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. പിന്നീട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് CBI ഏറ്റെടുത്ത് മർദ്ദനേറ്റ 3 പേര് മരണപ്പെടുന്നു. അത് അന്നല്ല. പക്ഷേ മരണസംഖ്യയെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്.